അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൊരു സുഹൃത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം കപ്പലണ്ടി വാങ്ങിയപ്പോൾ പൊതിഞ്ഞ പേപ്പർ അത് തുറന്നു നോക്കുമ്പോൾ അതിൽ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളും അതിൻ്റെ അർത്ഥവുമുണ്ട് എന്ന്. അപ്പോൾ ഖുർആൻ്റെ ആയത്തുകളും അർത്ഥവും അടങ്ങിയ പേപ്പർ വരെ കപ്പലണ്ടിക്കാരന് പൊതിയാൻ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അഥവാ മുസ്ലിം സമുദായത്തിന് ഖുർആനോടുള്ള ബഹുമാനം അതെടുത്തു പോയിരിക്കുന്നു. ഖുർആൻ എവിടെയാണ് കൊണ്ടുപോയി നമ്മൾ വെക്കുന്നത്? ഖുർആന് കൽപ്പിക്കേണ്ട വില എന്താണ്? ഇത് നമ്മൾ വില കൽപ്പിക്കുന്നില്ല. എല്ലാ രംഗത്തും വില കൽപ്പിക്കൽ വളരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പള്ളിയിൽ കയറിയാൽ അവിടെ ബഹളം വെക്കാൻ, അവിടുന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാനൊക്കെ മൊയ്ലിയന്മാർ തന്നെ അതിൽ മുന്നിലാണ്. പിന്നെ ബാക്കിയുള്ളവരെ കാര്യം പറയണം. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് വിശുദ്ധ ഖുർആനോട് ബഹുമാനമില്ലാതെ ആയപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ സ്ഥിതി അല്ലാഹു തആല വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തിച്ചു. അവർ രാജ്യത്തുനിന്ന് പുറന്തള്ളപ്പെടുന്ന അവസ്ഥയിൽ, പൗരത്വ ഭീഷണിയിലും വീടുകൾ പൊളിക്കപ്പെടുന്ന അവസ്ഥയിലും എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമിനെ ബഹുമാനിക്കുക. അതല്ലാതെ അള്ളാഹുവിൻ്റെ കൈ പിടിച്ച് മൊത്താനും അള്ളാഹുവിന് വേണ്ടിയിട്ട് എഴുന്നേറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് പകരം അള്ളാഹുവിൻ്റെ ഖുർആൻ, അതിന് ബഹുമാനം കൊടുക്കണം. ഖുർആനുൽ അലീം, വിശുദ്ധ മുസ്ഹഫ്, ഇതൊക്കെ കീറിപ്പറഞ്ഞ അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അതിനെ കരിച്ചിട്ട് അതിൻ്റെ കരി നമ്മൾ വെള്ളത്തിലൊഴുക്കി കളയാം. ഇതല്ലാതെ നമ്മൾ ചവിട്ടിനോടത്തും മറ്റൊക്കെ ഇടുകയും കപ്പലണ്ടി പൊതിയാൻ കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ഖുർആൻ ഒന്നില്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന വിധത്തിൽ എഴുതി സൂക്ഷിച്ച് കൊണ്ടു നടക്കുക. അതിന് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ അതിനെ കരിച്ച് ഈ രൂപത്തിൽ ചെയ്യേണ്ടതാണ്. അതല്ലാതെ അതൊരിക്കലും തൂക്കി വിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. തൂക്കി വിറ്റ് കഴിഞ്ഞാൽ ഇത് വേറെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക, ആളുകൾ ഇതിനെ വേസ്റ്റായിട്ട് എവിടെയാണ് ഉപയോഗിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സമുദായം ഇത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു.